നമസ്കാരം. ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കുന്ന മട്ടില്ല. മത്സരിക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടിയും മത്സരിക്കണമെന്ന് മറ്റുള്ളവരും എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് നല്ലതാണെന്ന് ഇന്ന് സുധീരൻ പറഞ്ഞതും ശ്രദ്ധേയമായി. പുകഴ്ത്തി പുറത്താക്കുക എന്ന പരിപാടിയാണ് KPCCയിൽ നടക്കുന്നത് എന്ന സംശയം അതോടെ ബലപ്പെടുകയാണ്. ആന്ധ്രയിലേക്ക് അയച്ചതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തെപ്പറ്റി ആർക്കും എന്തും പറയാമെന്ന സ്ഥിതിയായത്. കേരളത്തിലുണ്ടാകുമോ എന്ന ചോദ്യമാണ് അന്നുയർന്നത്. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുമോ എന്നായി. ഗ്രൂപ്പ് യുദ്ധമില്ല, ഒളിപ്പോരുമില്ല. ഉമ്മൻചാണ്ടിയും രമേശും കലഹമില്ലാതെ പോകുന്നു. എന്നിട്ടും ഉമ്മൻചാണ്ടിയെ കെട്ടുകെട്ടിക്കണം എന്ന ചർച്ച പൊടിപൊടിക്കുന്നത് എന്തുകൊണ്ടാണ്? MLA ആയി 50 വർഷം തികയ്ക്കാൻ സമ്മതിക്കാതെ ഉമ്മൻചാണ്ടിയെ രാഹുൽ കേന്ദ്രത്തിലേക്ക് വിളിപ്പിക്കുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേതൃമാറ്റം എന്ന ആവശ്യമുയരുമോ? ചെന്നിത്തലയെ കടത്തിവെട്ടി വേണുഗോപാൽ വന്നിറങ്ങുമോ? തലമുതിർന്നവരുടെ തട്ടകങ്ങളെല്ലാം ഇളക്കുന്ന നീക്കം രാഹുൽ പലയിടത്തും നടത്തിക്കഴിഞ്ഞു. കേരളത്തിലാണ് അതിന് കഴിയാതെ പോയത്. സുധീരനെ കൊണ്ടുവന്നെങ്കിലും ഒന്നും നടന്നില്ല. പാർട്ടി പുനഃസംഘടനയും പാളി. മുല്ലപ്പള്ളിക്കെങ്കിലും പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെ പലവിധ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള ആദ്യ നീക്കമാണോ ഉമ്മൻചാണ്ടി എന്ന കൊമ്പ് മുറിക്കൽ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയെ ഓടിക്കാൻ നീക്കമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവും മുൻ MLA ജോസഫ് വാഴക്കൻ, രാഷ്ട്രീയ നിരീക്ഷകരായ സണ്ണിക്കുട്ടി എബ്രഹാം, NP ചെക്കുട്ടി എന്നിവർ. ഉമ്മൻചാണ്ടിയെ ഒതുക്കാനോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ 2 ദിവസമായി ഉമ്മൻചാണ്ടിക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തത വരുത്തേണ്ടി വരുന്നത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന കാര്യമാണ്. എന്നിട്ടും നേതാക്കന്മാർ ഒന്നൊഴിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്സരിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നിപ്പോൾ സുധീരൻ പോലും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പേർ ഒന്നിച്ച് ഇദ്ദേഹം ഡൽഹിയിലേക്ക് പോയേ തീരൂ എന്ന രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് ശരിയായൊരു കാര്യമല്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് 8 സീറ്റ് സിറ്റിംഗ് ഉണ്ട്. അതിലിപ്പോൾ ഒരാൾ മരിച്ചുപോയി, ബാക്കി 7 സീറ്റുണ്ട്. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ സീറ്റുകളെല്ലാം ഓപ്പണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രദേശത്തും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കും ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ അവർക്ക് സ്ഥാനാർത്ഥിയായി കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഇതൊരു സ്വാഭാവിക ചർച്ചയായിട്ട് വന്നത്. കാരണം അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് MP ആയാൽ ആഗ്രഹമുണ്ടാകുമെന്നുള്ള അണികളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അണികളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഈ സീറ്റ് വന്ന് ആണെങ്കിൽ നന്നായിരിക്കുമെന്നുള്ള അവരുടെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ 2 തവണ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ പാർട്ടിയുടെ ചില ചുമതലകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഉമ്മൻചാണ്ടി എന്താണെന്ന് നന്നായി കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി കേരളം എന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ആദ്യ ബോധ്യം. അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ MP ആയി കാണാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അണികൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു തിരക്കഥയുടെ സ്വഭാവമാണ് ശ്രീ വാഴക്കൻ. അണികളല്ല, അതൊക്കെ പാർട്ടിയുടെ ഓരോ സ്ഥലത്തും. ഇപ്പോൾ ഇടുക്കി, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയായി ഉൾപ്പെട്ടതാണ് ഇടുക്കി നിയോജകമണ്ഡലം, അതല്ലെങ്കിൽ കോട്ടയം നിയോജകമണ്ഡലം. ഇപ്പോൾ അവിടെ എല്ലാവരും ഇപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്നത് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ കിട്ടുക. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അനുസരിച്ച് ഉമ്മൻചാണ്ടി നിൽക്കുമെങ്കിൽ കൊള്ളാം. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു വന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ പാർട്ടിക്കകത്ത് ഒരു സ്ഥലത്തിൽ അങ്ങനെ ഒരു സീരിയസ് ചർച്ച വന്നിട്ടില്ല. മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ നിൽക്കണം എന്നുള്ളത് 2 പേരാണ് തീരുമാനിക്കേണ്ടത്. ഒന്ന് പാർട്ടി ഹൈക്കമാൻഡ്, 2 ഉമ്മൻചാണ്ടി. ഈ 2 ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമേ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതും അവസാന നിമിഷമേ അക്കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. ഒരു കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ നിർബന്ധമുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ, ആരൊക്കെ സ്ഥാനാർത്ഥി നിർത്തിയാണെങ്കിലും പരമാവധി സീറ്റുകൾ, അതിനകത്ത് ഗ്രൂപ്പില്ല, മറ്റൊരു പരിഗണനയുമില്ല, വിജയസാധ്യത മാത്രം. അങ്ങനെ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ കിട്ടാവുന്ന എല്ലാ സീറ്റുകളും എങ്ങനെയും വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ വേദികളിൽ.
ആ കാര്യത്തിൽ പിന്നെ ഉമ്മൻചാണ്ടി, അപ്പോൾ അതാ പറഞ്ഞു, ഓരോ സ്ഥലത്തും പ്രവർത്തകർ പറയും ഉമ്മൻചാണ്ടി വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നാൽ കൊള്ളാം എന്ന് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും തീരുമാനിക്കണം, അതുപോലെ പാർട്ടി ഹൈക്കമാൻഡ്, ഈ രണ്ട് കൂട്ടർ തീരുമാനിക്കുന്നതനുസരിച്ചാണ്. അവർ രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പദ്ധതികൾ കാണും. ശരി, അതല്ലാതെ അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റു കാര്യം നമുക്ക് പറയാനില്ല ഇപ്പോൾ. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസ് രാഷ്ട്രീയം ദീർഘകാലമായി പരിശോധിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ശ്രീ വാഴക്കൻ അവസാനം പറഞ്ഞ ഭാഗം കേൾക്കുമ്പോൾ കോൺഗ്രസ് നന്നായോ? അതാണ് താങ്കളോട് ചോദിക്കാനുള്ള ഏറ്റവും ലളിതമായൊരു ചോദ്യം. കോൺഗ്രസ് അങ്ങനൊന്നും നന്നാവാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ രീതിയുണ്ട്, അത് ആ രീതി നല്ലതാണെന്ന് വാഴക്കനോട് ചോദിച്ചാൽ വാഴക്കൻ പറയും, കുറച്ചുകൂടി നന്നാവേണ്ടതാണെന്ന് നമ്മൾ പറയും. അതവിടെ നിൽക്കട്ടെ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ വാഴക്കൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത്തവണ മറ്റേത് തിരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഓരോ സീറ്റും വളരെ പ്രധാനമാണെന്നൊരു ബോധമുണ്ട്. അതായത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പോകണം, അല്ലെങ്കിൽ മോഡി പോകണം. ആ സർക്കാർ വീണ്ടും അടുത്തൊരു 5 വർഷത്തേക്കൂടെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഭാവി ഭയാനകമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ വിശ്വസിക്കുന്നു, ഒരു വലിയ ജനവിഭാഗം വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു മുന്നേറ്റത്തിന്, BJP ഒഴിവാക്കാൻ, മോഡിയെ ഒഴിവാക്കാനുള്ള ഒരു മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവിന് നേതൃത്വം കൊടുക്കാൻ ഇപ്പോൾ കോൺഗ്രസ്സിനാണ് പറ്റുക. അപ്പോൾ കോൺഗ്രസ് മുന്നിലേക്ക് വരണമെങ്കിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വാഴക്കൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഓരോ സീറ്റും പ്രധാനമാണ്. അപ്പോൾ കേരളം ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ, പണ്ടൊക്കെ കേരളത്തിൽ കുറച്ച് ജയിച്ചു ചെല്ലുന്നു. അവർക്ക് UP ഉണ്ട്, മധ്യപ്രദേശുണ്ട്, ബീഹാർ, അങ്ങനെ വിശാലമായ പിന്നെ ഹിന്ദി ഹൃദയഭൂമി, അവിടെ ഒന്നും അവർക്ക് വലിയ സീറ്റുകൾ കിട്ടും. ഇപ്പോൾ ഒന്നുമില്ല, കിട്ടുമായിരിക്കാൻ രാജസ്ഥാനിലൊക്കെ മധ്യപ്രദേശിൽ സീറ്റ് കിട്ടുകയായിരുന്നില്ല, പഴയ പോലല്ല. പണ്ട് അവിടുന്ന് അവർക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റ് കിട്ടുമ്പോൾ ഇവിടുന്നും കുറേ പേര് ജയിച്ചു വരും, ഏതെങ്കിലും ഒരു ഉപമന്ത്രി സ്ഥാനമോ ഒരു സഹമന്ത്രി സ്ഥാനമോ കിട്ടും. അതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു രീതി. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അപ്പം കേരളത്തിലെ ഓരോ സീറ്റുകൾ പോലും പ്രധാനമായിട്ട് വരുമ്പോൾ ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയത്ത് മത്സരിച്ചാൽ, എവിടെയെങ്കിലും മത്സരിച്ചാൽ ഒരു സീറ്റ് കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. പക്ഷേ ഇപ്പം വേണുവിൻ്റെ ഈ ഒരു വിഷയാവതരണം കേട്ടപ്പോൾ എനിക്ക് വേണുവിന് വേറൊരു വിഷയം കിട്ടിയില്ലെന്ന് തോന്നുന്നു. മറ്റത് മാത്രമല്ല, ഇന്ന് ഗവർണർ ഒരു ഗംഭീരമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഒരു ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലേ? അതാണ് അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പക്ഷെ അത് ഗൗരവമുള്ള കാര്യമാണ്, ഇന്നലെ ആയാലും ഇന്നായാലും ഒക്കെ. ഞാനൊന്ന് തീർത്തോളൂ, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തീർക്കാം. ഞാൻ പറഞ്ഞപ്പോൾ വേണു പറയുമ്പോൾ, വേണുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടി ദേശീയ തലത്തിലേക്ക് പോകുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിൽ മാത്രം നിന്നാൽ മതിയെന്നൊന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടിക്ക് ദേശീയ തലത്തിലേക്ക് പോകാം, അതൊരു സ്വാഭാവിക പരിണാമമാണ്. അദ്ദേഹം ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ച ആളാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് വയ്ക്കുന്നു, ഇവിടെ രമേശ് ആ സ്ഥാനത്തേക്ക് വരുന്നു. അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി AICC ജനറൽ സെക്രട്ടറി ആക്കുന്നു, ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല കൊടുക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങോട്ട് പോകും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കരുണാകരൻ നിങ്ങൾ ഓർക്കണം. കരുണാകരൻ അഖിലേന്ത്യാ തലത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിൽക്കുമ്പോൾ പോലും കേരളം വിട്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയി. അവിടെ അദ്ദേഹം കേന്ദ്ര വ്യവസായ മന്ത്രിയായി, ഒരു കിങ് മേക്കറെ പോലെ ആയി, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു സ്വാഭാവിക പരിണാമമാണ്. ഉമ്മൻചാണ്ടിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് രാഹുൽ ഗാന്ധിക്കുണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കും. അതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിക്കാം. ഇപ്പം അങ്ങനെ ഒരു ആശയം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് വരികയും അദ്ദേഹം അത് പറ്റില്ല എന്ന് പറയുകയും ചെയ്താൽ അദ്ദേഹത്തെ നിർബന്ധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് കേരളത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും. അതിനെക്കുറിച്ച് ഊഹാഭോഹങ്ങളുണ്ടാവാം, അഭ്യൂഹങ്ങളുണ്ടാവാം. അത് കോൺഗ്രസിൻ്റെ ഒരു സാധ്യതയെപ്പോലും ഇടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്നൊരു വിളി വന്നാൽ ഉമ്മൻചാണ്ടി പോകാനാണ് സാധ്യത. വിളി വരുമെന്നാണ് എനിക്കുള്ള ഒരു ഇൻഫർമേഷൻ. ശരി, ശ്രീ NP ചെക്കുട്ടി, അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു താല്പര്യമില്ല എന്ന് പല രൂപത്തിൽ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യക്കുറവ് എന്നതിനപ്പുറത്ത് ഇപ്പോൾ കോട്ടയത്തിൻ്റെ കാര്യം പറയുന്നത് അതൊരു ഘടകകക്ഷിയുടേതാണ്, അങ്ങനെ പിടിച്ചെടുക്കുന്ന രീതിയില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇടുക്കി എന്ന പ്രശ്നം വരുമ്പോൾ അതിനും അദ്ദേഹം മറുപടി പറയുന്നത് അത് അങ്ങനെ ഒരു ചർച്ചയേ ആയി വന്നിട്ടില്ല എന്നാണ്. നേതാക്കന്മാരൊക്കെ പറയുന്നു ചർച്ചയായിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടിക്ക് പറയേണ്ടിയും വരുന്നു. ഇനി ഹൈക്കമാൻഡാണ് അന്തിമ വിധികർത്താവ്, അവർ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് പോയേ പറ്റൂ എന്ന അനിവാര്യത ഈ നേതാക്കന്മാരൊക്കെ ഒന്നൊഴിയാതെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉമ്മൻചാണ്ടിക്ക് വിസമ്മതമുണ്ട്. ഇവിടെ നിന്ന് അദ്ദേഹം പോകണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതെല്ലാം കോൺഗ്രസിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ വിഴുങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് ആ പാർട്ടിക്കകത്തും പുറത്തും. ഇനി ഈ ഹൈക്കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ് ഇത്തരമൊരു ചർച്ച മുല്ലപ്പള്ളിയിലൂടെ ഇവിടെ തുടങ്ങി വെച്ചത് എന്നതും പരിശോധനാർഹമാണ്. ഇതെല്ലാം ഉമ്മൻചാണ്ടി നാളെ എന്ത് എന്നതിലേക്കുള്ള ചോദ്യങ്ങളായിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്?
തീർച്ചയായും ഉമ്മൻചാണ്ടി കേരളത്തിൽ മാത്രമല്ല നമ്മുടെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ് ഇന്ന് ഉമ്മൻചാണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ലീഡറെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ ടീമായിട്ട് വരുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമാണ്. അതേ സമയത്ത് തന്നെ പാർട്ടിക്കകത്തുള്ള പല തരത്തിലുള്ള താല്പര്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ട്. നാളെ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി പോലും ഒരു പുതിയ പവർ സെൻ്ററായിട്ട് വന്നുകൂടായികയില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ പരിണതപ്രതിജ്ഞരായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ ദീർഘകാലം നിന്നിട്ടുള്ള സീനിയർ ലീഡേഴ്സിനെ കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ACC പ്രസിഡന്റ് താല്പര്യമുണ്ട്. അക്കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. ആ നിലയ്ക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ ഉമ്മൻചാണ്ടിയാണെന്ന് കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. അപ്പം അദ്ദേഹം പിന്നെ പാർലമെൻറ്റിൽ വരുമോ, പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമോ എന്നുള്ള വിഷയം എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. കാരണം കോട്ടയം സീറ്റിൻ്റെ കാര്യത്തിൽ കോട്ടയം സീറ്റ് അവർ നേരത്തെ തന്നെ കേരള കോൺഗ്രസുമായിട്ട് പിന്നെ ചർച്ച നടത്തിയ സമയത്ത് ആ സീറ്റ് അവർക്ക് കൊടുക്കാം. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആൾ രാജിവെച്ച് പോയിട്ട് വേറെ രാജ്യസഭയിൽ പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് കേരള കോൺഗ്രസിന് കൊടുക്കാം എന്നേറ്റ സീറ്റാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നെ മുന്നണിക്കകത്ത് ഒരു തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹം താല്പര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഉമ്മൻചാണ്ടി ഇനിയിപ്പം ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിൽ 20 സീറ്റുണ്ട്. കേരളത്തിൽ 20 സീറ്റുകളിൽ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ പറ്റുന്ന സീറ്റ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പരമാവധി സീറ്റ് കിട്ടുക എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ വിവിധ വിഭാഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് പ്രധാനം. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു ചർച്ചയല്ല ഇപ്പോൾ ഉമ്മൻചാണ്ടി വിഷയത്തിൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. നിർഭാഗ്യവശാൽ മുല്ലപ്പള്ളി അടക്കമുള്ള ആളുകൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ, പരസ്യമായ നിലപാടുകൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കാരണം ഉമ്മൻചാണ്ടിയെ അയക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പിന്നെ കേന്ദ്ര ലീഡർഷിപ്പ് പാർലമെൻറ്റിൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും. പക്ഷേ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം മാറ്റേണ്ട ഒരു സാഹചര്യമൊന്നും ഇന്ന് കേരളത്തിലില്ല. ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസിനകത്തൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആൾ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് വളരാൻ ഒരു തടസ്സം ഉണ്ടാക്കുന്ന ആൾ എന്ന മട്ടിലുള്ള ഒരു പ്രചാരവേല ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് തോന്നും. സുധീരനെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഈ തരത്തിലുള്ള ഒരു സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച കോൺഗ്രസ് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ആളുകൾ മത്സരിക്കും. അതിനകത്തൊന്നും പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ശരി, ശ്രീ ജോസഫ് വഴക്കൻ, ഇപ്പോൾ സുധീരൻ ഇന്ന് പറയുകയുണ്ടായി അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ നല്ല ഇമേജുള്ള ഒരു നേതാവ് നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നാൽ നല്ല മികച്ചവരെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാന്നിധ്യം ഇതൊക്കെയാണ്. എന്ന് മാത്രമല്ല ഹൈക്കമാൻഡ് ആ നിലയിലും ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയുന്നു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ, ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശക്തമായി ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചത് VM സുധീരനാണ്. എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, എനിക്കിത് അവസാനിപ്പിക്കേണ്ടി വന്നത് ഉമ്മൻചാണ്ടി കാരണമാണ് എന്ന് പൊട്ടിത്തെറിച്ച നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഉള്ള ഏക പ്രതിബന്ധം ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അതുണ്ട്. ആ വ്യക്തി ഇപ്പോൾ പറയുകയാണ് ഞാൻ അങ്ങോട്ടേക്കില്ല, ഉമ്മൻചാണ്ടി അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ചുവരെഴുത്ത് വ്യക്തമാണ്. എത്ര ആലങ്കാരികമായ രൂപത്തിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പാടി പുകഴ്ത്തിയാലും ശ്രീ വാഴക്കൻ. അല്ല, സുധീരന് എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം തെറ്റായിട്ടൊന്നും ചിന്തിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഞങ്ങളൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേരളത്തിലെ എല്ലാവരും തന്നെ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരു അനിവാര്യ ഘടകമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ഏത് തരത്തിലും ആകാം. അതിപ്പം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അനിവാര്യനായ ഒരു ഘടകം തന്നെയാണ് ഉമ്മൻചാണ്ടി. അത് 1-2 ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളതൊന്നുമല്ല, ഒരു 4-5 പതിറ്റാണ്ടുകൾ കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുണ്ടായിട്ടുള്ള ഒരു ഇമേജാണ്. ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളം മുഴുവൻ അദ്ദേഹത്തെ കിട്ടണമെന്നുള്ള ആഗ്രഹം ജനങ്ങൾ, പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതിന് മറ്റൊരു രീതിയിൽ നമ്മളതിന് കാണേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടി മത്സരരംഗത്തേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അദ്ദേഹത്തിനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലാതെ
ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വേറെ ആർക്കും ഒരു അഭിപ്രായത്തിനും ഒരു പ്രസക്തിയില്ല. അദ്ദേഹമാണ് ആദ്യം തീരുമാനിക്കേണ്ടത്, രണ്ടാമത് ഹൈക്കമാൻഡും. അല്ലെങ്കിൽ ഹൈക്കമാൻഡ്, ഇതിൽ ഏതാണ് ആദ്യം എന്നുള്ള പ്രശ്നമില്ല. ഹൈക്കമാൻഡും ഇദ്ദേഹം കൂടി ഒന്നിച്ച് തീരുമാനിക്കണം. VM സുധീരൻ്റെ കാര്യത്തിലാണെങ്കിലും ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിനും നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടി അങ്ങനെയാണ്. പാർട്ടിയുടെ ഒരു മാൻഡേറ്റ് അല്ല ഒരു നിർദ്ദേശം ഉണ്ടായിക്കഴിഞ്ഞാൽ അതനുസരിക്കാൻ എല്ലാ പാർട്ടി പ്രവർത്തകരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വേണ്ട എന്നുള്ള അഭിപ്രായം. പക്ഷേ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് ഇന്ന സീറ്റിൽ സുധീരൻ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും അത് അംഗീകരിക്കേണ്ടി വരും. ശരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഈ സുധീരൻ കൂടി ഇന്ന് പ്രതികരിച്ചതോടെ മുല്ലപ്പള്ളി മറ്റൊരു സുധീരനായിക്കൂടാ എന്ന ഒരു നിഗമനത്തിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയും. അങ്ങനെയാകുന്നതിൻ്റെ കാരണം ഉമ്മൻചാണ്ടി ആയിരിക്കും എന്നതും VM സുധീരൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ മുല്ലപ്പള്ളി വന്നപ്പോൾ തന്നെ മുല്ലപ്പള്ളിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ശക്തമായൊരു പുനഃസംഘടന വേണം, നല്ല പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ വേണം, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അത് സാധ്യമായില്ല. വലിയ കലഹങ്ങളൊന്നും ഇവിടെയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി കർക്കശമായൊരു നിലപാട് ഇവിടെ നിന്ന് എടുക്കുന്നു. അതിനെ ധിക്കരിച്ചുകൊണ്ട് പോകാൻ രമേശ് ചെന്നിത്തലയും ഒരുങ്ങുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയുമായി എപ്പോഴും ഒരു നല്ല ബന്ധത്തിൽ. ഉമ്മൻചാണ്ടി ആകട്ടെ വെല്ലുവിളിക്കുന്ന ഒന്നിലധികം സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് താനും. അപ്പോൾ ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്നുവെങ്കിൽ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്ന അവരുടെ ഏക തടസ്സം ഉമ്മൻചാണ്ടി അല്ലേ സാർ? വല്ലാതങ്ങ് എന്നെ പരിഹസിക്കുന്നത് നിർത്തിയിട്ടാണ് ചോദ്യത്തിന് മറുപടി. സോറി, അല്ല, ആ വാക്ക് താങ്കൾ പിൻവലിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അങ്ങനെ പരിഹസിച്ചില്ല. അല്ലെങ്കിൽ ഇതിനെ ഇത്രയും ലാഘവത്തോടെ കാണാതെ കുറച്ച് ഗൗരവത്തോടെ പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ഒഴിവാക്കുക. ഒരു ചർച്ചയിൽ ഞാൻ അവതാരകനെ പരിഹസിക്കുകയോ കൂടെ ഇരിക്കുന്ന ആളിനെ പരിഹസിക്കുകയോ ചെയ്യില്ല. ഞാൻ തുടക്കത്തിൽ ഈ വിഷയത്തിന് അത്ര നിങ്ങൾ ഇന്നലെയും ചർച്ച ചെയ്തു, വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചർച്ചയുടെ ആ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരിക്കലും വേണുവിന് എത്രയോ ക്ഷമിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞത് പിന്നെ വേണുവിനെ വല്ലാതെ വളച്ചു കെട്ടി പറയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ഏതൊരു KPCC പ്രസിഡന്റ് വരുമ്പോൾ ആ KPCC പ്രസിഡന്റിനെ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഏക തടസ്സം ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ? സുധീരൻ്റെ മറുപടി പറയുമ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊന്ന് പോവുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ ആരൊക്കെയാണ്? തീരുമാനിച്ച സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പറ്റാതെ പോയ സാഹചര്യങ്ങൾ ആലോചിക്കുക. നിങ്ങളെന്താ ഇതൊന്നും പറയാത്തത്? നിങ്ങളെന്താ ഇപ്പം ഉമ്മൻചാണ്ടി നിങ്ങൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയേ അല്ല പറയുന്നത്. ഇപ്പോൾ ഇവിടെ മുല്ലപ്പള്ളി വന്നപ്പോൾ മുല്ലപ്പള്ളിക്ക് ഈ വലിയൊരു ജംബോ കമ്മിറ്റി ഒഴിവാക്കി ഒരു ചെറിയ കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. അതിനെ തടസ്സപ്പെടുത്തി ഉമ്മൻചാണ്ടി മാത്രമാണോ? പഴയ കംപ്ലീറ്റ് ആണെന്ന് ഉമ്മൻചാണ്ടി മാത്രമാണോ പറഞ്ഞു? ഉമ്മൻചാണ്ടി പറഞ്ഞു അങ്ങനെ ഒരു കമ്മിറ്റി ചെറുതാക്കാൻ പറ്റത്തില്ല. ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞോ? ഉമ്മൻചാണ്ടി അല്ലേ? ഇവിടെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 2 ഗ്രൂപ്പുകളും പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്മിറ്റി, ഇതുപോലുള്ള കമ്മിറ്റി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കമ്മിറ്റികൾ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെറുതാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ കമ്മിറ്റി വേണമെന്ന്. ഈ ജംബോ കമ്മിറ്റികളെ താങ്കൾ ആങ്കർ ചെയ്യുന്ന കമ്മിറ്റി നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെ ചെറുതാക്കാൻ പോയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശും ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്. അതിനെ അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയുള്ളൊരു തീരുമാനം ഉണ്ടായത്. പിന്നെ നിങ്ങളിപ്പോൾ പറയുന്ന ഉമ്മൻചാണ്ടി അങ്ങോട്ട് ഡൽഹിക്ക് MP ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ KPCC പ്രസിഡന്റിന് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി ഇപ്പം നാളെ UP അല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ ഇപ്പോൾ ഒരു പക്ഷേ ഉമ്മൻചാണ്ടി MP ആയാൽ ഒരു നല്ല മന്ത്രി പദവി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് അവിടെ കുറച്ച് ഹെൽഡപ്പ് ആവും. അത് ശരിയാണ്. അതല്ലാതെ MP ആയ ഉമ്മൻചാണ്ടിക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് ഒരു വിമാന ടിക്കറ്റ് ആരെങ്കിലും നിഷേധിക്കുമോ? അല്ല, അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ ഒരു MP മാത്രമാണ് അദ്ദേഹം ആ പാർലമെൻറ്റ് നടക്കുന്ന സമയം വഴിയൊക്കെ കേരളത്തിൽ തന്നെ ആയിരിക്കും. ഇപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനോട് ഒരു ആഫീസുണ്ട്. AICC ഓഫീസിൽ ഒരു മുറിയുണ്ട്. അദ്ദേഹം അവിടെ ഒരു ദിവസം ഇരുന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പം ആന്ധ്രയ്ക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ ഉമ്മൻചാണ്ടി അങ്ങോട്ട് വിട്ടാൽ ഉടനെ ഇവിടെ KPCC പ്രസിഡന്റിന് വളരെ സുഖമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ.
നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ പറയാവുന്ന ഒറ്റ കാര്യമാണ്, അതാണ് വളച്ചുകെട്ടില്ല പറയാവുന്നത്. അതായത് അടുത്ത ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി ഇവിടെ മത്സരിക്കും. അപ്പോൾ UDF ഒരു ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും? ഈ വക പ്രശ്നങ്ങളുണ്ട്. ഈ വക പ്രശ്നങ്ങളെ കുറിച്ചാണ് അത് പറയാം. അതിനു മുമ്പ് സാർ ഒരു കാര്യം കൂടി, അങ്ങേക്ക് അറിയുന്നതാണ്, പല ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം കേരളത്തിൽ പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ വെല്ലുവിളിക്കുന്നൊരു സമീപനം രമേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയിരുന്നില്ലല്ലോ ഉമ്മൻചാണ്ടിയുടെ സമീപനം. നല്ല കർക്കശമായ നിലപാടോടുകൂടി ഏറ്റുമുട്ടലിലേക്ക് പോലും, ഇപ്പോൾ സിദ്ദിഖിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് പോലും പോകുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉമ്മൻചാണ്ടി എടുത്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. വേണു അതിന് മുമ്പും ഇതുപോലെയൊക്കെയുള്ള പോഷക സംഘടനകളുടെ കാര്യത്തിൽ പണ്ട് കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടി ഞാൻ പറയാം അവരൊക്കെ വളരെ കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ KPCC പ്രസിഡന്റ് സുധീരൻ സിറ്റുവേഷൻ എന്താണ്? രമേശും രണ്ട് ഗ്രൂപ്പ് എന്നുള്ളതാണ് നമ്മൾ സമ്മതിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശും ഒരുപോലെ കൃത്യമായിട്ട് ഒരാളെ പറയുന്നു, ഞങ്ങൾക്ക് സ്വീകാര്യന ഒരാളാണ്. അദ്ദേഹം സ്വീകാര്യനുമായിരുന്നു, അദ്ദേഹം ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് സ്വീകാര്യനായിരുന്നു. എന്തിനാ നമ്മൾ അന്തരിച്ച G കാർത്തികേയൻ്റെ പേര് പറയുമ്പോൾ അതിനെ മറികടന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടായി. ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ എതിർക്കുന്ന ആളെ കൊണ്ട് എതിർത്തു, രമേശിനും എതിർപ്പുണ്ടായത്. രമേശ് അത് കൂടുതൽ പ്രകടമാക്കിയിട്ടുണ്ടാവില്ല. അതൊരു കാരണം കൊണ്ടുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നൊരു കാരണം, ഞാനിത് അടുത്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാണ്. അതായത് പണ്ടും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അവരുടേതായ രീതിയിൽ അവർക്ക് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുന്ന. കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അറിയുന്ന കോൺഗ്രസ്സിൽ, അതായത് കരുണാകരനും ആന്റണിയും ഗ്രൂപ്പ് നയിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവർ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കരുണാകരൻ്റെയും ആന്റണിയുടെയും താല്പര്യങ്ങൾ, അതായതാണല്ലോ പിന്നെ ഇന്ദിരാഗാന്ധിയെ അതിശക്തമായിട്ട് വിമർശിച്ച AK ആന്റണി തിരിച്ചു വരുമ്പോൾ AK ആന്റണിക്ക് കൃത്യമായ ഒരു അംഗീകാരം കൊടുക്കുന്നു, അത് കരുണാകരൻ്റെ അനുമതിയോടുകൂടി അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെ കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിലെ നേതാക്കളോട് ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമായിരുന്നത്. ഇത് പുതിയൊരു AFCCയിലൊരു മാറ്റം വന്നപ്പോൾ അതിനെയൊക്കെ തകിടം മറിച്ചപ്പോൾ ആ രണ്ട് നേതാക്കളുടെയും അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പിൻ്റെയും താല്പര്യങ്ങൾക്കപ്പുറത്തായിട്ട് ഒരു തീരുമാനം വന്നപ്പോൾ എതിർത്തു. ആ അന്തരീക്ഷം മാറി. അതിനുശേഷവും ഇന്ദിരാഗാന്ധി, നമുക്കറിയാം ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിൻ്റെ ഒരു എന്താ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നില്ല, നോട്ടപ്പുള്ളി എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഉമ്മൻചാണ്ടി പറഞ്ഞ് എന്നെ ഒന്ന് AFCC ജനറൽ സെക്രട്ടറി ആക്കണേ, എന്നെ ഒന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. രാഹുൽ ഗാന്ധി ആദ്യം എടുത്ത് എല്ലാം 40 വയസ്സിന് താഴെയുള്ള, വാഴയ്ക്കൻ പോലും ഔട്ടായി പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ തീരുമാനം എല്ലാം 40 വയസ്സിന് താഴെയുള്ളവർ മതി. അത് മാറി. അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടെ കണ്ടപ്പം ചെറുപ്പവും വേണം പരിചയസമ്പന്നയും വേണമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ഹാൻഡ് പിക്ക് ചെയ്ത സീനിയേഴ്സിൽ ഒരാളാണ്. ബാക്കിയുള്ളവർ നിലവിലുള്ളവരാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യം ഹാൻഡ് പിക്ക് ചെയ്ത ഒരു പ്രാദേശിക തലത്തിൽ നിന്ന് എടുക്കുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നു, AFCCയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജനറൽ സെക്രട്ടറി ആകുന്നു, ഒരു എടുക്കുന്നു. അപ്പം ഇപ്പോൾ ആ ഒരു ഇക്വേഷൻ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വരുന്നത്, ഇപ്പോൾ ചേക്കുട്ടി പറഞ്ഞല്ലോ, അദ്ദേഹം അങ്ങോട്ട് വരുന്നത് ആ ടീമിന് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ, ഒരു സീനിയേഴ്സ് വരുന്നത് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ, ഉമ്മൻചാണ്ടിക്ക് ചില ശേഷികളൊക്കെ ഉണ്ട്. ഈ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് ഉണ്ടാകുന്നു, ഒരു കൂട്ടുകക്ഷി സംവിധാനമൊക്കെ ഉണ്ടാകുമ്പം അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ചില കഴിവുകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിന് മുല്ലപ്പള്ളിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ അങ്ങ് പറയുമ്പോൾ അങ്ങ് ബാധിച്ചു എന്ന് പറയരുത്. ഒരിക്കലും. മാത്രമല്ല അങ്ങേ അത്യാവശ്യം പ്രകോപിപ്പിച്ചപ്പോൾ അങ്ങ് നല്ല ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രകോപനത്തിന് വഴങ്ങുന്നതാണ് ഞാൻ. അങ്ങ് എൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തു ഞാൻ പ്രതികരിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സാർ. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഉമ്മൻചാണ്ടി ആത്യന്തികമായി തീരുമാനിക്കും, പിന്നെ ഹൈക്കമാൻഡ്, ഇങ്ങനെ രണ്ട് കക്ഷികളെ ഇതിലുള്ളൂ എന്ന് പറഞ്ഞ് അത്ര ലളിതമായൊരു പ്രശ്നമാണിത് എന്ന് ആവർത്തിക്കുകയാണ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ. അങ്ങ് വ്യത്യസ്തമായൊരു നിരീക്ഷണം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഈ ചർച്ചയിൽ. ഇങ്ങനെ കാണാനുള്ള ഒരു സമീപനം എന്തുകൊണ്ട് അങ്ങേക്കുണ്ടായില്ല? രണ്ടാമതായി ശ്രീ സണ്ണിക്കുട്ടി ബറാം ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ, ഇദ്ദേഹം മാത്രമാണ് തടസ്സം എന്ന ഒരു പ്രതീതി എത്രമാത്രം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, വാഴയ്ക്കൻ പറഞ്ഞ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡും തീരുമാനിക്കും എന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡും ഒന്നുമല്ല. കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് താല്പര്യങ്ങളുണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റികളുടെ തമ്മിലുള്ള സംഘർഷങ്ങളും സമവായങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ ഫലപ്രദമായിട്ട്
ഈ വിവിധ താല്പര്യങ്ങളെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ കരുണാകരന് ശേഷം ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, ഏറ്റവും ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഉമ്മൻചാണ്ടിക്ക് ഈ വിഭാഗങ്ങളെയൊക്കെ കൂടെ നിർത്താൻ അറിയാം, അദ്ദേഹത്തിന് വിവിധ പ്രദേശങ്ങളിലെ വർക്കേഴ്സിനറിയാം, ആളുകളോട് എങ്ങനെ ഇടപെടണമെന്നറിയാം, ജനങ്ങൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം. അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള നേതാവാണ് ഉമ്മൻചാണ്ടി. പക്ഷേ അതിൻ്റെ അർത്ഥം കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയാണെന്ന് അതിൻ്റെ അഭിപ്രായം എനിക്കില്ല. ഉമ്മൻചാണ്ടി നിൽക്കണമെന്ന് ചില താല്പര്യങ്ങൾ അണികൾക്കിടയിൽ നിന്ന് മാത്രമല്ല വരുന്നത്. ഉമ്മൻചാണ്ടി നിൽക്കണം എന്നുള്ള താല്പര്യം പാർട്ടിക്കകത്തുണ്ട്, ഉമ്മൻചാണ്ടിയുടെ സുഹൃത്തുക്കൾക്കിടയിലുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ശത്രുക്കൾക്കിടയിലുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. ആ ഒരു റിയാലിറ്റി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തന രീതി, ആ ഒരു രീതി ആയിരിക്കണം പലപ്പോഴും പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് കടുത്ത ബന്ധുക്കളെയും കടുത്ത ശത്രുക്കളെയും ഉണ്ടാക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. അത് എത്രത്തോളം ഒരു എന്താ പറയുക ഒരു ശരിയായ രീതിയാണ് എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് നടത്തില്ല. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡറുടെ സ്വഭാവത്തിനകത്ത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. ആ രീതികളിലൊന്ന് താനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അന്ത്യം വരെ പോവുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ രീതി. ഈ തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ ഗുണം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയെ പോലുള്ള ആൾ കേരളത്തിൽ നിന്ന് മാറിക്കൊണ്ട് ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നിലനിൽക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഒരു പുതിയ ലീഡർഷിപ്പിന് കീഴിൽ ഓറിയൻറ്റ് ചെയ്യപ്പെടുമോ? ഒരു റിസർജൻസ് കോൺഗ്രസ്സിന് വരുമോ? അത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പരിശോധന നടക്കുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. എനിക്ക് ഉമ്മൻചാണ്ടിയോട് ഒരു വിരോധവും ഇല്ലാന്ന് ഉമ്മൻചാണ്ടിക്കും വാഴക്കിനും എല്ലാവർക്കും അറിയാം. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ മാറി നിന്നുകൊണ്ട് കേരളത്തിലൊരു പുതിയ തലമുറ ലീഡർഷിപ്പിന് ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഉമ്മൻചാണ്ടിയും കേരളത്തിലെ മറ്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാണ്. ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും സുധീരനുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വലിയ തടസ്സമായിട്ട് പലപ്പോഴും KPCC അധ്യക്ഷൻ നിന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയോട് KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അന്നുണ്ടായിരുന്ന സുധീരൻ ഒരു നീതി കാണിച്ചിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തിലെ ചില രീതികളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സമീപനങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഴയ എന്താ പറയുക ചരിത്രപരമായ ഓർമ്മകളും ഇന്നൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പ്രശ്നമാവാതെ മാറണമെങ്കിൽ ഒരു പുതിയ ലീഡർഷിപ്പ് കേരളത്തിൽ വരുന്നത് നല്ലതായിരിക്കും എന്ന അഭിപ്രായം എനിക്കുണ്ട്. അത് ഉമ്മൻചാണ്ടിയുള്ള വിരോധം കൊണ്ടോ ബഹുമാനക്കുറവ് കൊണ്ടോ അല്ല, മറിച്ച് കോൺഗ്രസ് കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പുതിയ ലീഡർഷിപ്പ് വരേണ്ടതായിട്ട് വരും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ശരി, ശ്രീ ജോസഫ് വഴക്കൻ, ഇവിടെ ഇപ്പോൾ ഈ ജംബോ കമ്മിറ്റി അതിൻ്റെ ഒരു ഉത്തരവാദി ഉമ്മൻചാണ്ടി മാത്രം അങ്ങനെ കരുതാൻ കഴിയുമോ? ഇപ്പോൾ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ താല്പര്യങ്ങളും ഉമ്മൻചാണ്ടി പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളും എല്ലാം ചേർന്നപ്പോൾ ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ കാര്യക്ഷമമായൊരു ടീമിനെ വേണമെന്ന് സുധീരൻ ആഗ്രഹിച്ചപ്പോൾ അത് നടക്കാതെ പോവുക, അതിലും തുല്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുല്ലപ്പള്ളി ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ആകെക്കൂടെ കുഴപ്പമാകും എന്ന രൂപത്തിലേക്ക് അത് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്നതിലും തുല്യമായ ഉത്തരവാദിത്തമുണ്ട്. ഇല്ല, അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ തലയിൽ ആരും വഴിവെച്ചിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി മാത്രമല്ലല്ലോ ആ കാര്യത്തിൽ തീരുമാനിച്ചത്, എല്ലാവരും കൂടി ഒന്നിച്ചെടുത്ത തീരുമാനം. നിങ്ങളിപ്പോൾ ഓർക്കുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഈ പറയുന്നത് പോലെയുള്ള വലിയ അന്തചിത്രങ്ങളോ വലിയ ഇൻഫൈറ്റ്സ് ഒന്നും ഇല്ല. എല്ലാവരുടെ ഒറ്റ ലക്ഷ്യം ഇപ്പം ലോക്സഭ പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളത്. ഞാൻ നുണ പറഞ്ഞതല്ല, എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നിങ്ങൾ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ രമേശ് KPCCയെ നയിക്കുന്നു, ഉമ്മൻചാണ്ടി പാർലമെന്ററി രംഗത്തും പ്രവർത്തിക്കുന്നു. അന്ന് പാർട്ടിക്ക് ജീവൻ മരണ പ്രശ്നം ഒന്നുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നും, തദ്ദേശ തെരഞ്ഞെടുപ്പും ഒന്നും, ഉപതെരഞ്ഞെടുപ്പുകളൊന്നും. നല്ല ഐക്യത്തോടെ പോയില്ലേ? അതല്ല, അന്നൊക്കെ ഉണ്ടായതിനേക്കാളല്ല, അന്ന് വളരെ ഐക്യത്തോടെ പോയി. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൻ്റെ ഒരു അനിവാര്യത ഉണ്ടല്ലോ, സാഹചര്യത്തിൻ്റെ ഒരു നിർബന്ധം നമുക്ക് അത്രമാത്രം. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ മാറ്റാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം അത് പ്രയോഗിക്കണമെന്നുള്ള വികാരം ഓരോ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഹൃദയത്തിലുണ്ട്. അത് നേതാക്കന്മാരിലും അതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും അതിന് ഞാൻ പറഞ്ഞില്ല, സ്ഥാനാർത്ഥി നിർണയമൊന്നും ഒരു പ്രശ്നം പോലും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു തർക്കം പോലും ആ കാര്യത്തിൽ.
കാരണം അത്ര ഏകകണ്ഠമായ തീരുമാനമായിരിക്കും. ഇപ്പോൾ ഇലക്ഷനിലേക്ക് വന്നു 50 ദിവസം പോലും ഇല്ല. കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു പുനഃസംഘടനയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകളെ മാറ്റി പകരം ആരെ വെക്കണം എന്നുള്ളതിന് വലിയ നീണ്ട ഡിസ്കഷൻ പല തലങ്ങളിൽ നടക്കണം. പിന്നെ വേറെ ഒന്നിനും നേരം കാണില്ല. നിങ്ങൾക്ക് പിന്നെ ചാനലുകളും എല്ലാം ഇട്ട് ഒരു 1.5 മാസത്തേക്ക് ഇതിൻ്റെ ചർച്ചകളും ഒക്കെ ആയിട്ട് കോൺഗ്രസ്സിന് അതിന് സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഡിസ്കഷൻ ഇപ്പോൾ വേണ്ട, നിലവിലുള്ള കമ്മിറ്റികൾ തുടരാനുള്ള ഒരു തീരുമാനമെടുത്തത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തുടരാനുള്ള ഒരു തീരുമാനമാണ് മൊത്തത്തിലൂടെ ലീഡർഷിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അത് ലോക്സഭാ ഇലക്ഷന് ശേഷം മാത്രമേ അടുത്ത പാർലമെൻറ്റിനും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള സംഘടനയുടെ പുതിയ സെറ്റപ്പ് ഉണ്ടാക്കേണ്ടതുള്ളൂ. ആ സമയത്ത് ഇത് കുറച്ചുകൂടെ ചെറിയ കമ്മിറ്റി, KPC പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഇതിനിടയ്ക്ക് അതിനുള്ള ഒരു സൗകര്യവും സമയവും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വേണമായിരുന്നുവെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യണമായിരുന്നു. അതിന് സമയം കഴിഞ്ഞു. ധാരാളം സമയം ഉണ്ടായിരുന്ന ഘട്ടത്തിലും ജംബോ കമ്മിറ്റികൾ വന്നല്ലോ. ഇല്ല, ജംബോ കമ്മിറ്റികൾ വന്നല്ല ഉണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ പ്രത്യേകതകളാണ്. അതിപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് രമേശിന് മാത്രമല്ല അന്നത്തെ KPCC പ്രസിഡന്റും കൂടി എടുത്ത തീരുമാനമാണ്. VM സുധീരനും കൂടി DCCകളിലൊക്കെ വലിയ കമ്മിറ്റികൾ വന്നിട്ടുള്ളത് ഒരുപക്ഷെ അദ്ദേഹം തന്നെയാണ് അതിനകത്ത് കൂടുതൽ. അദ്ദേഹത്തിന് അത് ഏത് രീതിയിലും തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളായിരുന്നു. പക്ഷേ അതുകൊണ്ട് അതിങ്ങനെ ആരെങ്കിലും ഒരാളുടെ തലയിൽ അതിനകത്ത് വഴിവെക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ഉയർന്നു വന്നിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഗ്രൂപ്പുകാരെന്ന ഉമ്മൻചാണ്ടി അങ്ങ് ഓടിച്ചു കളയാം എന്നുള്ള നിലയിൽ വന്നതല്ല. ഇത് സ്വാഭാവികമായി എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടി വരുമെന്ന് ആദ്യമേ നമ്മളോട് ചോദിക്കുന്നത്. ശരിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വാഭാവികമായും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നയിക്കുന്നതാരായിരിക്കും, തുടർന്നുള്ള സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ തുടർ ചർച്ചയായിട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് ലോക്സഭ, അത് ഞങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടം. ആ ഒരു വൃത്തത്തിൽ നിന്ന് ഇപ്പോൾ സംസാരിച്ച് രക്ഷപ്പെടാം. അതിനപ്പുറത്തുമുണ്ട് രാഷ്ട്രീയം, അതിനപ്പുറത്തുമുണ്ട് നീക്കങ്ങൾ എന്നത് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ നീക്കങ്ങളും ഇല്ല എന്ന ഒരു മായിക ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ശ്രീ വാഴയ്ക്ക്. അല്ല, കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ അങ്ങനെയല്ലേ. ഇപ്പം കേരളത്തിൽ നിന്ന് ഒരാൾ ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ MP ആയി ഒരു ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ചത് കൊണ്ട് ഉടനെ കേരളവുമായിട്ടുള്ള സർവ്വബന്ധവും വിട്ട് ഇവിടുന്ന് പൊറുതി നിർത്തി നേരെ ഡൽഹിയിൽ പോയി താമസമായിരിക്കുന്ന അതിനകത്ത് അർത്ഥമില്ലല്ലോ. അവരൊക്കെ ഇപ്പോൾ AK ആരാണ് എത്രയോ കാലമാണ്. അതേപോലെ തന്നെ സജീവമാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും. അപ്പോൾ അതുകൊണ്ട് ഇവരാരും അങ്ങോട്ടാരും പോയി ഒന്ന് ലോക്സഭയിലോട്ട് പോയി എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം വിലമതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അധികാര സമവാക്യത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഉള്ള സാധ്യത അദ്ദേഹത്തിന് അവസാനം അല്ല. അദ്ദേഹം അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും എന്ന് താങ്കൾ പറഞ്ഞാൽ തർക്കമില്ല കേട്ടോ. ഈ ചർച്ചയിൽ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ആദ്യം പറഞ്ഞതുപോലെ ഇത് അവസാനിപ്പിക്കാൻ അല്ല, അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ കഴിയുമോ? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 2-2.5 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് എന്തായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആരൊക്കെയാണ് അനിവാര്യരായിട്ടുള്ളവർ, എങ്ങനെയാണ് ലീഡർഷിപ്പ് കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ നമുക്ക് ആ സമയത്തല്ലേ പറയാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്ന് പറഞ്ഞത്. 10 വർഷം മുൻപ്, അങ്ങ് വെറും 2.5 വർഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 10 വർഷം മുൻപ് പറഞ്ഞു, അതിപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ദീർഘകാലമായി ഉള്ള പദ്ധതികൾ ലക്ഷ്യം വെക്കുക, അതിനനുസരിച്ചുള്ള നീക്കം നടത്തുക, ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു സാധ്യതയും രീതിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അടിയന്തര പ്രാധാന്യം ഇത് 2.5 വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അതിലൊരു സാധ്യതയും അടയുന്നില്ലല്ലോ എന്ന ഒരു സമാധാന വർത്തമാനം, ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് സാർ. ഒരു രാഷ്ട്രീയവുമില്ല. ഞാനൊരു കാര്യം പറയാം. ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം കേരളത്തിൽ പാർലമെൻ്റ് ആണെങ്കിലും അസംബ്ലി തിരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാ കാര്യത്തിലും കേരളത്തിൽ ഉണ്ടാവേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. ഏത് തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സജീവമായ സാന്നിധ്യവും ലീഡർഷിപ്പും ആവശ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതാ ഓടിക്കുന്നു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കോൺഗ്രസ് പിന്നെ എന്ത് നേടാനാണ് ഇവിടെ? അങ്ങനെയൊന്നും നേടാനാവില്ലല്ലോ. എല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടത് വരും. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.